പോകരുത് സ്പീഡിൽ സ്ക്രോൾ ചെയ്ത് പോകാതെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകുവാൻ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ഞായറാഴ്ച ഇന്നത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കൂടാൻ കർത്താവ് എന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച കർത്താവ് നടത്തിയ വിധങ്ങൾ, ഇന്നലെയും അത്ഭുതത്തോടെ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ, കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഇന്ന് പകലും ഇന്നത്തെ ദിവസവും കർത്താവിൽ കാണണം. എൻ്റെ കൂടെ കർത്താവുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ കൂടെ യേശുവുണ്ട്. അത് വിശ്വസിക്കണം. കേട്ടതൊക്കെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയുള്ളത് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചതാണ്. ഇന്ന് ഞാനിത് പറയുകയല്ല, എനിക്കും കൂടെ വേണ്ടതാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി നമുക്കൊരു പാസ്റ്റുണ്ട് പ്രിയമുള്ളവരെ. ആ പാസ്റ്റ് എന്ന് പറയുന്നത് കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പുറകോട്ട് നോക്കിയാൽ നമുക്കൊരു പഴയ കാലങ്ങൾ പറഞ്ഞാൽ കർത്താവുമായിട്ട് ബന്ധമില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ അറിഞ്ഞു, അല്ലെങ്കിൽ ഈ വചനം കേൾക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ എപ്പോഴും ഓർത്തോണം, നമുക്ക് വേണ്ടി ഒരാളുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് ഇത് കേൾക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണോ, എനിക്കാരും ഇല്ലെന്നോ പറയാനല്ല, നമുക്ക് വേണ്ടി ഒരുവൻ കൂടെയുണ്ട്. പറഞ്ഞേ, എനിക്ക് വേണ്ടി കൂടെയുണ്ട്. യേശു എനിക്ക് വേണ്ടി കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞത് യേശു. അപ്പോൾ ആ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. കൈവിടത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മളൊരാളെ കൈ കയറി പിടിച്ചാൽ നമ്മുടെ കൈ കഴയ്ക്കുമ്പം ചിലപ്പോൾ നമ്മൾ ആ കൈ അങ്ങ് വിടും. പക്ഷേ കർത്താവ് നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ആമേൻ, ആ കർത്താവിന് എന്നോടുള്ള പദ്ധതി ഈ ദിവസങ്ങളിൽ എല്ലാ മേഖലകളിലും വെളിപ്പെടും. നമുക്ക് ഒരു വചനം വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയിലുള്ള ജനങ്ങളോട് പറയുന്ന ചില വാക്കുകളാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേട്ട വചനം ആത്മീയമായി, അല്ലെങ്കിൽ എന്നോടാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. ഇന്ന് സംസാരിക്കുന്നതും പരിശുദ്ധാത്മാവ് എന്നോടാണ്. ചില കാര്യങ്ങളിൽ ലോകപരമായ ചില തീരുമാനങ്ങൾ എടുത്ത് കാണുമായിരിക്കും. ഇല്ല, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആത്മീയമായിട്ടുള്ളതാണ്. ഞാൻ എടുക്കുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റേതാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയാലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു നല്ല കർത്താവുണ്ട് എന്നൊന്ന് വിശ്വസിച്ചാട്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം പറയാണ്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, മാനുഷ്യമല്ല. പൗലോസ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ചിന്ത കയറി കാണും, ഇതൊക്കെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണോ ഈ പറയുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്ത വന്നേക്കുന്ന ചില സിറ്റുവേഷനിലായിരിക്കും പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. പ്രിയമുള്ളവരെ കേൾക്കുന്ന വചനം ആത്മീയമാണ്, സ്പിരിച്വലാണ്. നിനക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ദൈവം നിന്നെ ഉയർത്തുന്ന, ജീവിപ്പിക്കുന്ന, തകർന്നു തീർന്നു, ഞാൻ പാപിയാണ്, ഞാൻ തള്ളപ്പെട്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ അകത്ത് വരുന്നത് ജീവനാണ് വരുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരും പറയട്ടെ, ആ ആത്മീയ കാര്യം, സുവിശേഷത്തിൻ്റെ അകത്ത് ആത്മീയ നന്മയാണ് ഇരിക്കുന്നത്. ഈ വചനത്തിൻ്റെ അകത്ത്, ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ അകത്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയ ആത്മീയ നന്മയാണ്, ഭൗതിക നന്മയാണ് ദൈവം വചനത്തിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. വിശ്വസിച്ചാട്ട്. അപ്പം പൗലോസ് പറയുന്നത്, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പം ഇത് പറയുമ്പോൾ മാനുഷ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചിന്ത കയറി വന്നാലും അല്ല, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ്, വിശാലമുള്ളതാണ്. ആമേൻ. ഞാനോ ലോകാവസാനത്തോളം ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ട്. നീ ഞായറാഴ്ച ഒന്ന് വിശ്വസിച്ച് എനിക്ക് വേണ്ടി ഉണ്ടെന്നേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവനാന്നേ, അങ്ങനെ ഒന്ന് കണ്ട് വിശ്വാസത്താൽ ചില സ്റ്റെപ്പുകളൊക്കെ മുമ്പോട്ട് വെച്ച്, ആമേൻ, എനിക്ക് വേണ്ടത് കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്നേ, എനിക്ക് വേണ്ട നന്മ കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്നേ, എന്നെ കർത്താവ് കൈവിടത്തില്ലെന്നേ, പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ടുണ്ടെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ഇന്ന് എൻ്റെ അകത്തിരിക്കുന്നത് യേശു ആയിരിക്കും. ഇന്നലെ എന്തെങ്കിലും ആയിക്കോട്ടെ,
കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇന്ന് എനിക്കറിയാം ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ അകത്ത് യേശുവുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവുണ്ട്. അപ്പോൾ യേശു എൻ്റെ അകത്തിരിക്കുമ്പോൾ എൻ്റെ അകത്തുനിന്ന് വെളിപ്പെടുന്ന, എൻ്റെ അകത്തുനിന്ന് പറയപ്പെടുന്ന എല്ലാം ആമേൻ ആത്മീയ കാര്യം, മാനുഷികമല്ല. ആമേൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാം സ്പിരിച്വലി ആമേൻ ഉള്ള ഗ്രോത്തിനും സ്പിരിച്വലി നന്മകളും സ്പിരിച്വലായിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ലൈഫാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കും. അതിൻ്റെ അകത്ത് ഈ ഭൂമിയിലുള്ളതും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ദൈവവചനത്തിൽ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വചനം യേശു പറഞ്ഞ ആമേൻ ഇന്ന് ഇത് കേൾക്കുന്നവരോട് പറയാം, നിങ്ങളുടെ അകത്ത് യേശു ഇരിപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് ആമേൻ ദൈവത്തിൻ്റെ രാജ്യം ഇരിപ്പുണ്ട്. ആമേൻ. അതാ യേശു തന്നെ പറഞ്ഞൊരു ഭാഗമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം 21-ാമത്തെ വാക്യം പറയാണ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. സോ യേശു അവരുടെ മുമ്പിൽ നിൽക്കുമ്പം അവരോട് യേശു പറയാം, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം യേശു തന്നെക്കുറിച്ച് തന്നെ പറയുക. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് യേശുവാണ്, കർത്താവിൽ വസിക്കുന്ന അവസ്ഥയാണ്. കർത്താവുള്ള ജീവിതമാണ് ദൈവരാജ്യം, അല്ലെങ്കിൽ ആ അനുഭവമാണ് ദൈവരാജ്യം. കർത്താവുള്ളൊരു അനുഭവം. ഇന്ന് ഇത് കേൾക്കുന്ന മുഴുവൻ പേരും പറയാം, അകത്ത് യേശു ഇരിപ്പുണ്ട്, ദൈവരാജ്യം അകത്തിരിപ്പുണ്ട്. നിൻ്റെ അകത്തിരിക്കുന്ന, നിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്, നിൻ്റെ അകത്തുനിന്ന് വെളിയിലോട്ട് വരുന്ന വാക്ക്, അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. എപ്പോഴും ഓർത്തോണം, ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ അകത്ത് വസിക്കുന്നത്. ഇത് അന്ന് യേശു പറയുമ്പോൾ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് യേശു പറയുമ്പോൾ അവർക്കത് മനസ്സിലായില്ല. ഇന്ന് വീണ്ടും ജനിച്ച് അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞ ഈ യേശു എൻ്റെ കർത്താവാന്ന് പറയുന്നവരോട് ഞാൻ പറയാം, ഇന്നിത് നിങ്ങളിത് പറയുമ്പോൾ, ഇത് കേൾക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ അകത്ത് ചില ചലനങ്ങൾ സംഭവിക്കും. നിങ്ങൾ നിൽക്കുന്നിടത്ത് ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഇതേ യേശു പറയാം, നിങ്ങളുടെ ഇടയിലുണ്ട്. അതെ, നീ ഒറ്റയ്ക്കാണെന്നാണോ വിചാരിച്ചത്? അല്ല, നിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അതാ വചനമാകുന്ന യേശു. ദൈവജനം പറയാണ്, ആമേൻ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ആമേൻ. അത് അനുഭവിക്കണം, രുചിച്ചറിയണം. ഞാനല്ല പറയുമ്പോഴല്ല ഇത് ഓ വാവ് എന്നൊക്കെ വെക്കേണ്ടി ഇപ്പോഴല്ല. ഞാനൊരു കാര്യം, ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം. ഒരു ലഡു എല്ലാവർക്കും അറിയാം. ഈ ലഡു ഞാൻ അങ്ങോട്ട് കഴിച്ചിട്ട് വാവ് എന്തൊരു ടേസ്റ്റാണ്, ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയും, എൻ്റെ പൊന്നു ബ്രദറെ, ഞങ്ങളിത് ഒത്തിരി കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്നാ, ഞങ്ങൾ രുചിച്ചിട്ടുള്ളതാണ്, ഇതിൻ്റെ ഫ്ലേവർ എന്നാ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ വായിലോട്ട് വെക്കുമ്പോൾ ഉള്ള സ്വതന്ത്രം, ഇതിൻ്റെ അനുഭവം എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബ്രദർ പ്രത്യേകിച്ചൊന്നും പറയട്ടെ. ചിലർ ദൈവവചനം കേൾക്കുമ്പം പറയും, വാവ് എന്തൊരു വചനം എന്നൊക്കെ പറയും. പക്ഷേ ഒരു സാഹചര്യം വരുമ്പം യേശു പിന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ടാണ് നിങ്ങൾ പലപ്പോഴും യേശുവിനെ കാണുന്നത്. ആമേൻ. ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ അങ്ങനെയല്ല. ആമേൻ. ആ യേശുവിനെ രുചിച്ചറിഞ്ഞവർക്കറിയാം അവൻ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, കൈവിടത്തില്ല. ഞാൻ നിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അത് ആമേൻ ഇന്നുവരെ അനുഭവിക്കാത്ത നന്മ, ഇന്നുവരെ അനുഭവിക്കാത്ത ആമേൻ അകത്ത് വലിയൊരു സമാധാനം പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ഇന്ന് ഈ ഞായറാഴ്ച ഇത് കേൾക്കുമ്പോൾ ആ യേശുവിനെ ഒന്ന് രുചിച്ചറിയുവാൻ, ഒരുപക്ഷെ രാവിലെ ആയിരിക്കും നിങ്ങളിത് കേൾക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, ഇത് രാവിലെയാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇനി ആരാധനയ്ക്ക് പോകാൻ ഒരുങ്ങുകയായിരിക്കാം. ആമേൻ. ഒന്ന് രുചിച്ചറിയാൻ വേണ്ടി ഒന്ന് പോയി. ആമേൻ. കേവലം എല്ലാ ഞായറാഴ്ച ഞാൻ പോകുന്നുണ്ട്, ഇനി അവിടെ പോയി ഇരുന്നേക്കാം, ഇന്നയാളുടെ കൂടെ ഇരിക്കുന്ന അവിടെ ഇരുന്നേക്കാം. നോ, അല്ല. ഇന്ന് ഞാൻ പോകുമ്പോൾ ആമേൻ ജീവിപ്പിക്കുന്ന വചനം, ജീവനുള്ള വചനം ഞാൻ കേൾക്കുമ്പോൾ എനിക്കതൊന്നുകൂടെ അനുഭവിക്കാൻ, കർത്താവിലുള്ള നന്മ, അത് യേശു ഒന്ന് ജീവിക്കുന്ന കർത്താവാണ്. ആ യേശുവിന് കഴിയാത്തതായ ഒരു കാര്യവുമില്ല. ആമേൻ. ഇന്ന് ഇത് കേൾക്കുന്നതിനോട് പറയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ അകത്ത് ആമേൻ ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞവൻ നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആമേൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ആമേൻ നമുക്ക് വേണ്ടി ആ കർത്താവ് ഉണ്ടെന്നേ ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തേ. ആമേൻ. യേശു എനിക്ക് വേണ്ടി ഉണ്ട്, യേശു എനിക്ക് വേണ്ടി ഉണ്ട്. ഞാൻ എവിടെയാണെങ്കിലും ആമേൻ ഏത് തള്ളപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ആമേൻ ഏറ്റെടുത്താട്ടെ, യേശു എനിക്ക് വേണ്ടി ഉണ്ട്. ഇന്നത്തെ ദിവസം, ഈ ആഴ്ച കർത്താവിനെ താമസിച്ചാൽ ഈ ആഴ്ച എന്നെ നടത്താൻ പോകുന്നത് അത്ഭുതത്തോടെയാണ്. ആമേൻ. ആരും കണ്ടിട്ടില്ലാത്തതുപോലെ ദൈവജനം പറയാണ്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ
അതെ ആമേൻ, പരിശുദ്ധാത്മാവിനാൽ ചിലതൊന്ന് കണ്ടേ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി കർത്താവ് ചില വഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് ചില വാതിലുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ, നീ തകർന്നു പോകത്തില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവുണ്ട്. അതെ പറഞ്ഞേ ആമേൻ, ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞ യേശു എൻ്റെ കൂടെയുണ്ട്. ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞ യേശു എൻ്റെ കൂടെയുണ്ട്. ആമേൻ. ഇന്ന് ആമേൻ നീ ഇത് അനുഭവിക്കാൻ റെഡിയായിക്കോ, ഇത് രുചിച്ചറിയാൻ റെഡിയായിക്കോ. പരിശുദ്ധാത്മാവ് നിന്നിലൂടെ ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. ഏറ്റെടുത്താട്ടെ, നമുക്കിത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, ആമേൻ ഞാൻ കേട്ടതൊന്നും മാനുഷികമല്ല, ഞാൻ കേട്ടത് ആത്മീയമാണ്. ഈ ദിവസങ്ങൾ ഞാൻ ആത്മീയമായി കേട്ടത് ആമേൻ 100 മേനിയായി കൊയ്യുന്നത്. ആമേൻ നീ കേട്ട വചനങ്ങൾ, നീ കേട്ട പ്രവചനങ്ങൾ ആമേൻ നിന്നെ എവിടെയും നിർത്തുന്നതല്ല, തളർത്തുന്നതല്ല. നിനക്ക് ജീവൻ തന്ന് നീ പോകുന്നിടത്തൊക്കെയും നീ ഒരു അനുഗ്രഹമായിരിക്കും. യു ആർ എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും. നീ നിനക്ക് തന്നെ ഒരു അനുഗ്രഹമായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച വലിയൊരു ദൈവ മഹത്വത്തിൻ്റെ ആമേൻ തിരിച്ചറിയുന്ന നിലയിൽ രോഗികൾ സൗഖ്യമാകുന്ന, ആമേൻ ബന്ധനസ്ഥർ വിടുവിക്കപ്പെടുന്ന, കുരുട്ടുകണ്ണുകൾ തുറക്കപ്പെടുന്ന, ആമേൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞത് ആമേൻ നടക്കാൻ പോകുന്ന, ആമേൻ ഒന്ന് കണ്ടേ. കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് കഴിഞ്ഞൊരാഴ്ച കാലം കർത്താവ് നടത്തി. പുതിയൊരാഴ്ചയിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്യാണ്. കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങൾ പലരും ആമേൻ ദൈവവചനം കേൾക്കുന്ന ദിവസമാണ്, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ദിവസമാണ്, ആമേൻ ഏറ്റെടുക്കുന്ന ദിവസമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഏത് അവസ്ഥയാണെങ്കിലും അവിടെ അത്ഭുതം നടക്കട്ടെ, ശൂന്യതകൾ നിറയപ്പെടട്ടെ, അത്ഭുതം നടക്കട്ടെ. യേശു എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അത്ഭുതമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഇവരുടെ അകത്ത് യേശു ഇരിപ്പുണ്ട്. ആ യേശുവിനാൽ കഴിയാത്തതായ ഒന്നുമില്ല. അതെ, ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യമുണ്ട് എന്ന് പറഞ്ഞ് യേശു, കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിൻ്റെ കരമുണ്ട്. നന്ദി പരിശുദ്ധാത്മാവേ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനസ്ഥർ വിടുവിക്കപ്പെടട്ടെ. ഇപ്പോൾ തന്നെ ശരീരത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ആമേൻ ഒരു അനുഭവം ആമേൻ അനുഭവിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറച്ചതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ആമേൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇത് ടെലികാസ്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് ഇത് അനുഗ്രഹമായിരിക്കും. കമൻറ്റുകൾ ഇടുക, കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാം. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരുന്ന ആഴ്ച ഏറ്റവും അത്ഭുതത്തിൻ്റെ ആഴ്ചയാക്കി കർത്താവ് മാറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു.